വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് ലക്ഷ്യമാക്കുന്ന അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് മർക്കസിൻ്റെ ഓരോ സ്ഥാപനങ്ങളും. കേവലം കോഴ്സ് പൂർത്തിയാക്കി പഠിതാക്കളെ പുറത്തുവിടുക എന്നതല്ല. മർക്കസിൻ്റെ ലോ കോളേജ് ഈ വിഷയത്തിൽ പഠനകാലത്തു തന്നെ നിയമസഹായത്തിനുള്ള പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമസഹായം അത്യാവശ്യമായ പല മേഖലകളിലും ലീഗൽ എയ്ഡ് സെല്ല് കടന്നു ചെന്ന് പ്രവർത്തിക്കുകയും വളരെ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാജ്യത്ത് വളരെ ശ്രദ്ധേയമായ മുസ്ലിം സമുദായത്തെ മാത്രമല്ല ഇന്ത്യയിലെ പൗരന്മാരെ മൊത്തത്തിൽ ബാധിക്കുന്ന, എല്ലാവരെയും ആശങ്കാകുലരാക്കി നിർത്തുന്ന ഒരു കാര്യമാണ് NRC പ്രോഗ്രാം. അസമിലെ ഈയിടെയുണ്ടായ NRC പ്രോജക്റ്റ് പൂർത്തിയാക്കിയപ്പോൾ 19 ലക്ഷം ആളുകൾ പൗരത്വത്തിൽ നിന്ന് പുറത്തായവർ പൂർണ്ണമായും ഇന്ത്യൻ പൗരത്വത്തിൻ്റെ പുറമേയുള്ളവർ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നാട്ടിൽ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതേക്കുറിച്ച് ഒന്നും അറിയാത്ത, ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വലിയൊരു വിഭാഗം ആളുകളുടെ കൂട്ടത്തിലുണ്ട് എന്നത് ഒരു സത്യമാണ്. നേരത്തെ തന്നെ മർക്കസ് ലോ കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് വെസ്റ്റ് ബംഗാളിലെയും ആസാമിലെയും മർക്കസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടുകൂടി ആസാമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിയമസഹായ പരിപാടികൾ നടത്തുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് അത് ഉപകാരപ്രദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ NRCയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളുകളെ ബോധവൽക്കരിക്കുകയും അവർക്ക് പൗരത്വം തെളിയിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹെൽപ്പ് ഡെസ്ക്, ആസാമിൻ്റെ 2 മേഖലകളിലായി ഹെൽപ്പ് ഡെസ്ക് മർക്കസ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. മർക്കസ് ലോ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ LLB ഹോൾഡേഴ്സും അസമിലെ വെസ്റ്റ് ബംഗാളിലെയും മർക്കസ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് ആണ് ഇൻഷാ അല്ലാഹ് ആ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിപ്പിക്കുക. ജാതിമത ഭേദമന്യേ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ പൗരത്വം കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഈ സെൻറ്ററിലൂടെ നൽകാൻ സാധിക്കും. പ്രശ്നങ്ങളെ ക്രിയാത്മകമായി കാണുകയും ഫലപ്രദമായി അവ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മർക്കസ് ഇത്തരം ഒരു കാര്യവുമായി മുന്നോട്ട് വരുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെക്കുറിച്ച് പൗരന്മാരെ ബോധവൽക്കരിക്കുക, അല്ലെങ്കിൽ പൗരന്മാർ ബോധവാന്മാരായിരിക്കുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ 21-ാം വകുപ്പ് റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ പൗരന്മാരിൽ വലിയൊരു വിഭാഗം നിലവിലെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചോ നാട്ടിലെ പൗരന്മാരുമായി ബന്ധപ്പെടുന്ന മറ്റു വിഷയങ്ങളെക്കുറിച്ചോ ബോധവാന്മാരല്ല. ചില കണക്കുകൾ പ്രകാരം രാജ്യത്തെ 30% ജനങ്ങൾക്ക് അടിസ്ഥാന രേഖകൾ പോലും കൈവശമില്ല എന്നാണ് വെളിപ്പെടുത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ പൗരന്മാരെ നിയമപരമായി ശാക്തീകരിക്കുന്നതിന് സർക്കാരിനൊപ്പം തന്നെ സർക്കാർ ഇതര സന്നദ്ധ സംഘടനകൾക്കും NGOകൾക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം അവരുടേതായ ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തമാണ് വിപുലമായ ലീഗൽ എയ്ഡ് പ്രവർത്തനങ്ങളിലൂടെ മർക്കസ് ലോ കോളേജ് കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പഠനകാലത്ത് തന്നെ സമൂഹത്തിലെ ദുർബലരും നീതി നിഷേധിക്കപ്പെടുന്നവരും നിയമസഹായം ആവശ്യമുള്ളവരുമായ പൗരന്മാർക്ക്
നിയമ സേവന ബോധവൽക്കരണ സഹായ പ്രവർത്തനങ്ങൾ നടത്തി പ്രതിബദ്ധരായ ഒരു കൂട്ടം പ്രൊഫഷണലുകളെ വാർത്തെടുക്കാനുള്ള ശ്രമമാണ് മർക്കസ് ലോ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് നേരത്തെ മർക്കസ് ലോ കോളേജ് ലീഗൽ എയ്ഡ് സെല്ലിന് കീഴിൽ ആസാമിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് സംസ്ഥാനത്തെ 2 കേന്ദ്രങ്ങളിൽ സിൽച്ചറിലും ഗോഹട്ടിയിലും 2 NRC ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയോടുകൂടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.